ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല 2 സ്ഥാനങ്ങളുണ്ട്. ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല 2 സ്ഥാനങ്ങൾ. ഒന്ന്, മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. മറ്റൊന്ന്, ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്മൾക്കുള്ള സ്ഥാനമാണ്. നമ്മൾ പറയുന്ന വാക്കിനെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസായ സ്ഥാനമാണ്. വായിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുറിവുകൾ എന്നൊരു പുസ്തകമുണ്ട്. മുറിവുകൾ, സൂര്യ കൃഷ്ണമൂർത്തി എഴുതിയിട്ടുള്ള മനോഹരമായൊരു പുസ്തകമാണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരു അച്ഛൻ പുതിയ ഒരു കാറ് വാങ്ങുന്നു. കാത്തിരുന്ന് കളക്ട് ചെയ്ത പണം കൊണ്ടാണ് കാറ് വാങ്ങുന്നത്. അങ്ങനെ ആ കാറ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഫാമിലിയൊക്കെ കാറിലിരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു. ബീച്ചൊക്കെ കാണുന്നതിനിടയിൽ അവരുടെ ചെറിയ മോനുണ്ട്. ആ മോന് കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഓടി വന്നപ്പോൾ കാണുന്നത് ഒരു ഇരുമ്പ് കമ്പ് കൊണ്ട് മോന് കാറിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞിട്ടുണ്ട്. അച്ഛന് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല അത്. ഇരുമ്പ് കമ്പ് കൊണ്ട് പുതിയ കാറിൽ എന്തൊക്കെയോ കോറിയിട്ടിട്ടുണ്ട്. അച്ഛൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ഇരുമ്പ് കമ്പ് വാങ്ങിയിട്ട് മോനെ അടിച്ചു. നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തിൽ അച്ഛൻ മോനെ അടിച്ചു. കൃത്യമായി അടി കൊണ്ടത് മോൻ്റെ വിരലിനായിരുന്നു. ആ വിരൽ ഇങ്ങനെ പിടയുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ട് മോൻ്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല. അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു മോനെ. നേരെ സർജറി വേണമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ആ സർജറിയുടെ റൂമിനകത്തേക്ക് മോനെ കൊണ്ടുപോയി. അച്ഛൻ ആകെ സങ്കടമാവുകയാണ്. അച്ഛന് നിയന്ത്രിക്കാനാവാതെ കരച്ചിൽ വരിക. വേണ്ടില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ഇങ്ങനെ മോനെ നോക്കി അച്ഛനിങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. മോനെ ഇങ്ങനെ നോക്കിയപ്പോൾ മോനില്ലേ അച്ഛനിങ്ങനെ ടാറ്റ കൊടുത്ത്. ഇത് അച്ഛൻ അതിലേറെ സങ്കടമായി. അച്ഛനിങ്ങനെ പുറത്തേക്ക് ഓടി വന്ന ആ കാറിനടുത്ത് ഇരുന്നിട്ട് മോനിങ്ങനെ കോറിയിട്ട ഭാഗങ്ങളില്ലേ, മോനിങ്ങനെ ഇരുമ്പ് കമ്പ് കൊണ്ട് എന്തോ വരച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ തടവി. മോനോടുള്ള സ്നേഹം അത്രയും ആ ഒറ്റ തലോടലിൽ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ തടവിയപ്പോൾ അച്ഛൻ ഒന്നുകൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചു. കോറിയിട്ടതൊന്നല്ലല്ലോ, എന്തോ എഴുതി വെച്ചതാ. അച്ഛനിങ്ങനെ ശ്രദ്ധിച്ചു വായിച്ചു. അത്ര നല്ല കൈയക്ഷരത്തിലൊന്നും അല്ലാതെ മോനിങ്ങനെ ആ ചെറിയ കൈകൾ കൊണ്ട് എഴുതി വെച്ചത് ഐ ലവ് യു പപ്പ എന്നായിരുന്നു. എനിക്കെൻ്റെ പപ്പയെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത്ര നല്ല കൈയക്ഷരത്തിലൊന്നും അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഉള്ളിൽ നിറയെ നമ്മളോടുള്ള സ്നേഹമാണ്. അവർ ശുദ്ധ പ്രകൃതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. മുതിർന്ന മനുഷ്യരാകുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ പടച്ചോൻ പറഞ്ഞയച്ചിട്ടുള്ള മാഷുമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ ഓർമ്മകളും സന്തോഷവും സമാധാനവും അവർക്ക് നൽകാൻ നമുക്ക് സാധ്യമാകട്ടെ.